നമസ്കാരം. ഹൈന്ദവർക്കെതിരെ എന്ത് പറയാം എന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റ് ഏതെങ്കിലും മതസ്ഥർക്കെതിരെ സംസാരിക്കുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്താൽ രാജ്യത്തുണ്ടാകുന്ന കലാപങ്ങൾ അഥവാ രാജ്യത്തുണ്ടായേക്കാവുന്ന അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ മറ്റു പാർട്ടിക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ മേൽ കുതിര കയറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്ന ഒറ്റ കാരണത്താൽ മുസ്ലിംസിനെതിരെയോ ക്രിസ്ത്യൻസിനെതിരെയോ അവരുടെ വിശ്വാസങ്ങൾക്കെതിരെയോ ഒരു വാക്ക് പോലും പറയാൻ ഇവരുടെ ഒന്നും നാവ് പൊന്തില്ല. കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ മഹാകുംഭമേളയെയും ഹൈന്ദവരെയും അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാണികൾ തന്നെ വിമർശിച്ചതോടെ മാപ്പ് പറഞ്ഞ് തടി ഊരുകയും ചെയ്തു. ഇന്ത്യയിൽ എന്ത് നടന്നാലും അതിനെ മോശമാക്കി ചിത്രീകരിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒരു തരം ശൈലിയാണ്. പ്രത്യേകിച്ച് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവില്ല. ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം ഇല്ലാതാകുമോ എന്ന് ചോദിച്ച ഗാർഗിയും ജോൺ ബ്രിട്ടാസിനും ഒക്കെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയും ഇന്ത്യയിൽ നടക്കുന്ന മഹത്തരമായ കുംഭമേളയെ അവഹേളിക്കുക എന്നത് തന്നെയാണ് ഈ ലക്ഷ്യം. ചൈന പോലുള്ള രാജ്യങ്ങൾ സാങ്കേതിക വിദ്യകളിൽ മുന്നേറുമ്പോൾ ഇവിടെ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കളിക്കുകയാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിനോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ കുംഭമേളയ്ക്ക് നേരെയുള്ള ഈ അധിക്ഷേപം. മൗനി അമാവാസ്യ എന്ന 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വിശുദ്ധമായ ഗ്രഹനിലകളാൽ അനുഗ്രഹിക്കപ്പെട്ട ജനുവരി 29-ന് കോടിക്കണക്കിന് പേർ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ച് പുണ്യം നേടി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ജോൺ ബ്രിട്ടാസിന്റെ ഈ വിമർശനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണ്. അതിന്റെ മറ്റൊരു രാഷ്ട്രീയ ഡോക്യുമെന്ററിയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വെക്കുന്നത്. AI, സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യ മേഖലകളിൽ ഗവേഷണവും വികസനവും നടത്താൻ 1,00,000 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചപ്പോഴാണ് ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തെ സർക്കാർ ഇടപെടലിനെ ബ്രിട്ടാസ് വിമർശിക്കുന്നത്. മാത്രമല്ല, ChatGPT മാതൃകയിൽ ഇന്ത്യയും അടുത്ത 10 മാസത്തിനകം സ്വന്തം AI ആപ്പ് വികസിപ്പിക്കുമെന്ന് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രസ്താവിച്ചിട്ട് ചൂടാറിയിട്ട് പോലുമില്ല. നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ കുംഭമേളയെ കുറിച്ചോ ഹൈന്ദവ ക്ഷേത്രങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ കാര്യമായ പരാമർശങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഈ പ്രതികരണം എന്നത് പലരെയും അത്ഭുതപ്പെടുത്തുകയാണ്. മധ്യവർഗത്തിന് സ്വാധീനമുള്ള ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് ആദായ നികുതിയിൽ 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന് ഇളവ് അനുവദിച്ചത് എന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ കണ്ടുപിടുത്തം.